സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതി ഗൗരവമുള്ളതാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാനാകില്ല. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തും. ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരാളെ എടുക്കുമ്പോൾ അയാളുടെ ആ രംഗത്തെ കഴിവാണ് നോക്കുന്നത്. സിനിമാ രംഗത്ത് ശ്രദ്ധേയമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എന്ന് കരുതിയാണ് ചലച്ചിത്ര അക്കാദമി അത്തരം സ്ഥാനം കൊടുത്തത്. അയാൾ തെറ്റ് ചെയ്തത് ആ സ്ഥാപനത്തിന്റെ ചുമലിലേക്ക് വെക്കേണ്ട. ആക്ഷേപം വന്നപ്പോൾ തന്നെ കൃത്യമായ നിലപാടെടുത്തുവെന്നും സജി ചെറിയാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അദ്ദേഹത്തെ പറ്റി ആക്ഷേപം വന്നപ്പോൾ തന്നെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നിയമപരമായ നടപടികളെല്ലാം സ്വീകരിച്ചു. അത് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഒരു സംരക്ഷണവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ശരിയായ നിലപാട് തന്നെയാണ്. അന്നും ഏരിയയോടൊപ്പമുള്ള നിലപാടാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു ആക്ഷേപം വന്നിരിക്കുന്നു. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം തുടർന്നതിന് ശേഷം അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നടപടിക്ക് വിധേയമാകട്ടെ. അത് സ്റ്റാൻഡ് തന്നെ സർക്കാർ. ആരുടെയും സംരക്ഷണം ആർക്കും ഉണ്ടാകത്തില്ല. പല സന്ദർഭങ്ങളിലും നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ മോശമായ രൂപത്തിൽ ഈ സിനിമാ സെറ്റുകളിൽ വരുന്ന വനിതാ സിനിമാ പ്രവർത്തകരോട് മോശമായി പെരുമാറി ധാരാളം കേസുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നതോടുകൂടിയാണ് നയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ കോൺക്ലേവും അതുമായി ബന്ധപ്പെട്ട ഇൻറ്റേർണൽ കമ്മിറ്റിയെല്ലാം വന്നതിന് ശേഷം ഒട്ടേറെ ഉണ്ടായിരുന്ന ആക്ഷേപങ്ങൾ കുറഞ്ഞു. വലിയ തരത്തിൽ ഇപ്പോൾ ഒരു ഇടപെടൽ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല നിലയിൽ തന്നെ സെറ്റിൽ സംവിധായകരും നിർമ്മാതാക്കളും ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇൻറ്റേർണൽ കമ്മിറ്റി പരാതി കൊടുക്കാം. പരാതി കൊടുത്താൽ മണിക്കൂറുകൾക്ക് നടപടിയെടുക്കും. ഇപ്പം തന്നെ ഇത് ഉദാഹരണമാണല്ലോ. ഒരു പരാതി ഒരു വനിത കൊടുത്തു കഴിഞ്ഞപ്പോൾ നിമിഷങ്ങൾക്കുള്ള നടപടിയായല്ലോ. ആ നടപടിയാണ് നയത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ സിനിമാ രംഗത്ത് അദ്ദേഹം ശ്രദ്ധേയമായ തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളായെന്ന നിലയിലും അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമിയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണല്ലോ ഞങ്ങൾ അദ്ദേഹത്തെ ചെയർമാനാക്കിയത്. അത് നന്നായി അദ്ദേഹം ചെയ്യുകയും ചെയ്തു. ഒരു വസ്തുതകൾ പറയുമ്പോൾ വസ്തുതകൾ പറയണം. നന്നായി ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ ഒഴിഞ്ഞു പോയി. ഇത്തരം കാര്യങ്ങളിൽ പോയി വെട്ടിൽ വീണാൽ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ അതെല്ലാം ആ സ്ഥാപനത്തിൻ്റെ ചുമലിലേക്ക് വെക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തൊക്കെ പെട്ട ഒരുപാട് ആളുകൾ, മതരംഗത്തൊക്കെ പെട്ട ധാരാളം ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ പോയി വീണിട്ടുണ്ടല്ലോ. അതിനെ ആ രൂപത്തിൽ വ്യക്തിപരമായി കണ്ടാൽ